നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് നല്ല പഴുത്ത് കറുത്ത പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആ ഒരു പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പഴത്തിൻ്റെ കട്ടകളൊന്നുമില്ലാതെ പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സീൻ്റെ ജാറിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഒട്ടും കട്ടകളില്ലാതെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ ചേർക്കുന്നതിന് പകരം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാതെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ വനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളടുത്ത് കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങും. അപ്പോൾ ദാ ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കുറുകിയിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മിക്സ് ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റേർഡ് പൗഡർ പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് ദാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് നോക്കിയിട്ട് മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം ഒരു ഇളം മധുരം മാത്രമേ കാണുള്ളൂ. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പഴത്തിനും ഡിപ്പെൻഡീവാണ്. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഈ ഒരു രീതിക്ക് നന്നായിട്ട് കട്ടിയായിട്ട് വരണം. ആ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരും. ഈ ഒരു സമയമാകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിരുന്നു. ഇതിപ്പോൾ ചൂടാറി വരുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകുക. നല്ലൊരു ക്രീമി ആയിട്ടാണ് ഇരിക്കുക. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് മിൽക്ക് ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനുശേഷമാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. മാക്സിമം ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡാണ്. ഈ ഒരു ബ്രെഡിനെ ആദ്യം നമ്മൾക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഒരു 1 മിനിറ്റോ 2 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റിയിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെയും കസ്റ്റേർഡിൻ്റെയും മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ആ ഒരു മറ്റേ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിപ്പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള മൂടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂടി ഉപയോഗിച്ചാലും മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്.
ഇതുപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് ആയതുകൊണ്ടാണ് ഒരല്പം പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ ഒട്ടും പൊട്ടാതെ നമ്മൾക്ക് കിട്ടും. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവ് മൈദയും 1/4 കപ്പിൻ്റെ പകുതി അളവ് കോൺഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ കവർ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്കിത് ഇങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ കവർ ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് മാത്രമാണ് വെള്ളം ആവശ്യമായിട്ടുള്ളത് വന്നത്. ഇതുപോലെ നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിവിടെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഒരു 2 ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ബ്രെഡ് ടോസ്റ്റ് ഒന്നും ചെയ്യാതെ ഞാൻ പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടെടുത്തിട്ട് ആ ഒരു മൈദയുടെ കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് കവറാവുന്ന രീതിക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള കൂട്ടൊക്കെ നല്ലപോലെ മാറ്റിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അവിടെ മൈദയുടെ കൂട്ട് വെച്ചിട്ട് അത് ബ്രെഡ് ക്രംസ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അത്രമാത്രം ഇട്ട് കൊടുത്താൽ മതി. മേലായിട്ട് ഇടാതെ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ എണ്ണയൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുകൾ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോളും. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കാരണം ഇതിലെ എല്ലാ സാധനങ്ങളും ഓൾറെഡി വെന്ത് വന്നതാണ്. ആ ഒരു പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരിക മാത്രമേ വേണ്ടൂ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയത്തിലും ഹൈൻ്റെയും നടുക്കായിട്ട് മാത്രം വെച്ചാൽ മതി. ഇതിപ്പം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ ആ ഒരു പഴത്തിൻ്റെയും കസ്റ്റേർഡിൻ്റെയും മിക്സ് നല്ല ജ്യൂസി പരുവത്തിലാണ് ഉണ്ടാകുക. ആ ഒരു പഴത്തിൻ്റെയും കസ്റ്റേർഡിൻ്റെയും മിക്സ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നാലും നമുക്കത് വെറുതെ സെർവ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മളുടെ ആ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് ഇരിക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.